ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി 4 മണി പലഹാരമായിട്ടാണ് കേട്ടോ. കടലപ്പരിപ്പ് സുഖിയൻ. അപ്പോൾ ഇത് എന്ന് പറയുന്നത് നമ്മുടെ മോദകം അഥവാ സുഖിയൻ റെഡിയാക്കുന്നത് പോലെ തന്നെയാണ്. അതിനെക്കാട്ടി കുറച്ച് ടേസ്റ്റ് കൂടുതലാണെങ്കിലേ ഉള്ളൂ. അതിൽ നമ്മൾ പയറാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ കടലപ്പരിപ്പ് വേവിച്ചിട്ട് അതാണ് ഫില്ലിംഗ് ആയിട്ട് വെക്കുന്നത്. അപ്പോൾ വളരെ എളുപ്പമാണ് തയ്യാറാക്കാനായിട്ട്. കഴിക്കാനും നല്ല സൂപ്പർ ടേസ്റ്റാണ്. വൈകുന്നേരങ്ങളിൽ ചായയോടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി പലഹാരമാണ്. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കുന്നതെന്ന് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഇവിടെ ഞാൻ 1 കപ്പ് കടലപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കുതിർത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അരമണിക്കൂറെങ്കിലും ഒന്ന് നല്ലതുപോലെ കുതിർത്തെടുത്തിട്ട് വേവിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അതുപോലെ ഒന്ന് ഉടയുന്ന രീതിയിൽ നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. കടല വേവുന്ന സമയം കൊണ്ട് നമുക്കിതിൻ്റെ ബാറ്റർ റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ്. നമ്മൾ സാധാരണ അപ്പത്തിന് ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടി 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതാണ്. അല്ലെങ്കിൽ ഏലക്ക 2-3 ഏലക്ക ചതച്ചിട്ട് കൊടുത്താലും മതി. ഇപ്പോൾ ഞാനിവിടെ 1/2 ടീസ്പൂൺ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് 1 നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കട്ട തൈരും കൂടി ചേർത്ത് കൊടുക്കുക. പുളിയില്ലാത്ത കട്ട തൈരാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലൊരു തിക്ക് ബാറ്ററാക്കി കലക്കി എടുക്കണം. അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യണം. നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുന്ന അതേ ഒരു ബാറ്ററിനെ റെഡിയാക്കി എടുത്താൽ മതി. ഒരുപാട് ലൂസുമല്ല, ഒരുപാട് കട്ടിയല്ലാത്ത രീതിയിൽ. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് വെള്ളം ബാക്കിയുണ്ട്. ഒരു 3/4 കപ്പ് വെള്ളം മതിയാവും കേട്ടോ. അപ്പോൾ ഒരുപാട് ലൂസായി പോകരുത്. അപ്പോൾ ഇതേ ഒരു പരുവത്തിന് മാവ് റെഡിയാക്കി വയ്ക്കാം. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനിട്ട് വെച്ചതിന് ശേഷം നമുക്ക് റെഡിയാക്കി എടുക്കാം. നമുക്ക് ശർക്കര ഒന്ന് പാനിയച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കട്ട ശർക്കരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്കൊരു 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വേണ്ട കേട്ടോ, 1/4 കപ്പ് വെള്ളം മാത്രം മതി. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. നമുക്ക് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ ശർക്കരയാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പം നിങ്ങളുടെ മധുരം എത്രയാണോ എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് അത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ ഒരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. അത് ചെറിയ തീയിൽ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടലയും കൂടി ചേർത്ത് കൊടുക്കാം. കടല ചേർത്ത് കൊടുത്ത് ഇതിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ശർക്കര വേണ്ടെന്നുണ്ടെങ്കിൽ സമയത്ത് അതിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ സമയത്ത് കുറച്ച് തീയൊന്ന് കൂട്ടി വെച്ചിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. കടലയൊക്കെ നന്നായിട്ട് ഉടച്ചു കൊടുത്ത് കുറച്ചുകൂടി ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. ചെറിയ ഉരുളകളാക്കി എടുക്കാനുള്ളതാണ്. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ട് പിന്നെ തണുത്ത് കഴിയുമ്പോൾ കറക്റ്റ് പരുവായിട്ട് കിട്ടും. അപ്പോൾ ദാ ഇതുപോലെ റെഡിയാവുന്ന സമയത്ത് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതൊന്ന് തണുത്ത് കിട്ടാനായിട്ട് കുറച്ച് സമയം എടുക്കും. ഒരു പരന്ന പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഒന്ന് തണുക്കാനായിട്ട് വെച്ചാൽ മതി. പരത്തി വെച്ച് കൊടുക്കുക. ഒരു പരന്ന പാത്രത്തിലാകുമ്പം ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ ചൂട് മാറിക്കിട്ടും. നല്ല ചൂട് മാറിയതിന് ശേഷം മാത്രമേ നമുക്ക് ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നന്നായിട്ട് തണുത്ത് വരുമ്പോൾ നല്ലപോലെ ഇതൊന്ന് കട്ടിയാവും. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. കടല റെഡിയാക്കിയത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കണം. അപ്പോൾ ഇത് തണുത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി കട്ടിയാന്ന്. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചപ്പോൾ നല്ല ലൂസായിരുന്നു. ഇപ്പോൾ തണുത്ത് കഴിഞ്ഞപ്പോൾ നല്ലതായിട്ട് കട്ടിയായി. ഇനി നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കി വയ്ക്കാം. ശരിക്കും ഇത് നമ്മൾ മോദകം റെഡിയാക്കില്ലേ, മോദകം എന്ന് പറയുന്നത് സുഖിയൻ,
പയർ വെച്ചിട്ട് അതുപോലെ തന്നെയാണ്, പക്ഷെ പയറിന് പകരം നമ്മളിവിടെ കടലയാണ് എടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇതിന് കുറച്ച് ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കുക. അപ്പോൾ ഇതുപോലെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഇതെല്ലാം ചെറിയ ചെറിയ ബോളാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നുമില്ല, നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവിൽ മുക്കി ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് എണ്ണ വെച്ചെടുക്കുക. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഓരോ ബോളും മാവിൽ നന്നായിട്ട് മുക്കിയെടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു വശം ഒന്ന് മൊരിഞ്ഞു വരുമ്പോഴത്തേക്ക് മറിച്ചിട്ട് കൊടുക്കുക. ഇതിട്ട് കൊടുക്കുന്ന സമയത്ത് എണ്ണയ്ക്ക് നല്ല ചൂടുണ്ടായിരിക്കണം. എന്നിട്ട് പിന്നെ കുറച്ച് തീ കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മുരിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. രണ്ട് വശം തിരിച്ച് മറിച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കടലപ്പരിപ്പ് വെച്ചിട്ട് നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വൈകുന്നേരങ്ങളിലൊക്കെ നമുക്ക് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല സൂപ്പറായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം ഇതുപോലെയാണ് ഇരിക്കുന്നത്. കടലപ്പരിപ്പിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ശർക്കരയും തേങ്ങയും കൂടെ ഒക്കെ ചേരുമ്പോഴത്തേക്ക് ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. നല്ല പുറംഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും, കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പുതിയ നല്ല അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്